നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കെഎസ്ആർടിസി ബസിന് മുന്നിൽ തടസ്സമുണ്ടാക്കി ബൈക്ക് ഓടിച്ച് അഭ്യാസ പ്രകടനം നടത്തിയ ബൈക്ക് യാത്രക്കാരന് പിഴ. തൃശൂർ ചേരുംകുഴിയിൽ കുളത്തിൽ വീണ് 10 വയസ്സുകാരൻ മരിച്ചു. കൊടുങ്ങല്ലൂരിലെ ചന്തപ്പുരയിൽ അടച്ചിട്ട കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ ഇരുമ്പ് ഷീറ്റുകൾ പറന്നു വീഴുന്നത് നാട്ടുകാർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുകയാണ്. കനത്ത കാറ്റിലും മഴയിലും ചേർപ്പ് വല്ലച്ചിറ മേഖലകളിൽ കനത്ത നാശം. പെരുമ്പിളിശ്ശേരി വാട്ടർ ടാങ്ക് വഴിയിൽ വലിയ മരം കടപുഴകി വീണു. മഴ കനത്തതോടെ പെരിങ്ങോട്ടുകര കാഞ്ഞാണി റോഡിൽ യാത്രാ ദുരിതം അതിരൂക്ഷമായി. ചാലക്കുടിക്കാരുടെ ചിരകാല സ്വപ്നമായ കലാഭവൻ മണി സ്മാരകം യാഥാർത്ഥ്യത്തിലേക്ക്. സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. LDF കോടശ്ശേരി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചായപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ധർണ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തയിലേക്ക്. KSRTC ബസിന് മുന്നിൽ തടസ്സമുണ്ടാക്കി ബൈക്ക് ഓടിച്ച് അഭ്യാസ പ്രകടനം നടത്തിയ ബൈക്ക് യാത്രക്കാരന് പിഴ. ഇയാൾക്ക് 1500 രൂപ പിഴയും 3 മാസത്തേക്ക് ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കുന്നംകുളം മരത്തൻകോട് സ്വദേശി സജീഷിനെതിരെയാണ് നടപടിയെടുത്തത്. തൃശൂർ പെരുമ്പിലാവിലായിരുന്നു സംഭവം. തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു ആണ് നടപടിയെടുത്തത്. യാത്രക്കാരൻ ബസിന് മുന്നിൽ തടസ്സമുണ്ടാക്കി ബൈക്ക് ഓടിക്കുന്ന ദൃശ്യങ്ങൾ KSRTC ഡ്രൈവർ മൊബൈലിൽ പകർത്തി RTO എൻഫോഴ്സ്മെന്റിന് കൈമാറുകയായിരുന്നു. തൃശൂർ ചേരുംകുഴിയിൽ കുളത്തിൽ വീണ് 10 വയസ്സുകാരൻ മരിച്ചു. ചേരുംകുഴി സ്വദേശി നീർച്ചാലിൽ സുരേഷിന്റെ മൂത്ത മകൻ 10 വയസ്സുള്ള സരുണാണ് മരിച്ചത്. കുളത്തിലെ ചേറിൽ പൂണ്ടുപോയ സരുണിനെ വെള്ളത്തിൽ നിന്നും പുറത്തെടുത്ത് തൃശൂരിലെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒപ്പം വീണ സഹോദരൻ വരുണിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. കുളത്തിന്റെ ഭിത്തിയിൽ പിടിച്ചു നിന്നതിനെ തുടർന്ന് നാട്ടുകാർ വരുണിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. സഹോദരങ്ങൾ ഇരുവരും മീൻ പിടിക്കാൻ എത്തിയതായിരുന്നു. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ പാലക്കാട് സ്വദേശി സുരേഷ് ചേരുംകുഴി മുരുക്കുംകുണ്ട് കോളനിയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ്. ആശാരിക്കാട് GUPS വിദ്യാർത്ഥിയാണ് സരുൺ. കൊടുങ്ങല്ലൂരിലെ ചന്തപ്പുരയിൽ അടച്ചിട്ട കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ ഇരുമ്പ് ഷീറ്റുകൾ പറന്നു വീഴുന്നത് നാട്ടുകാർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുകയാണ്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇന്ദിരാഭവന് സമീപം അടച്ചിട്ട കെട്ടിടത്തിലെ മേൽക്കൂരയിലെ ഷീറ്റുകളാണ് അടർന്നു വീഴുന്ന നിലയിലുള്ളത്. മുൻപ് വഞ്ചിനാട് എന്ന പേരിൽ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം വർഷങ്ങളായി പ്രവർത്തനരഹിതമാണ്. കെട്ടിടത്തിന്റെ 2ാം നിലയ്ക്ക് മുകളിൽ ട്രസ് വർക്ക് ചെയ്തിട്ടുള്ള ഇരുമ്പ് ഷീറ്റുകൾ പലപ്പോഴായി പറന്നു വീഴുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ഷീറ്റ് പറന്നു വന്ന് വഴിയാത്രക്കാരന്റെ ദേഹത്ത് വീണിരുന്നു. ജനത്തിരക്കേറിയ പ്രദേശത്ത് ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന അവസ്ഥയാണുള്ളത്. അപകട ഭീഷണി ഒഴിവാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കനത്ത കാറ്റിലും മഴയിലും ചേർപ്പ് വല്ലച്ചിറ മേഖലകളിൽ കനത്ത നാശം. പെരുമ്പിളിശ്ശേരി വാട്ടർ ടാങ്ക് വഴിയിൽ വലിയ മരം കടപുഴകി വീണു. ഗതാഗതം തടസ്സപ്പെട്ടതോടെ ഇതുവഴി ചേർപ്പിലേക്ക് പോകുന്നവർ പൂത്തറയ്ക്കൽ വഴി തിരിഞ്ഞു പോകണമെന്ന് അധികൃതർ അറിയിച്ചു. വല്ലച്ചിറ പട്ടിലങ്ങാടിയിൽ ഇന്നലെയുണ്ടായ ശക്തമായ കാറ്റിൽ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീണു. ചൊവ്വൂർ പുല്ലോക്കാരൻ പൊറിഞ്ചു ജോബിയുടെ ജാതിമരങ്ങൾ കാറ്റിൽ നിലം പതിച്ചു. ജാതിമരം ഇലക്ട്രിക് പോസ്റ്റിലേക്ക് മറിഞ്ഞു വീണും നാശമുണ്ടായി.
മഴ കനത്തതോടെ പെരിങ്ങോട്ടുകര കാഞ്ഞാണി റോഡിൽ യാത്രാ ദുരിതം അതിരൂക്ഷമായി. വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി റോഡ് പലതവണയായി വെട്ടിപ്പൊളിച്ചതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം. പലതവണ പൈപ്പിടൽ നടത്തിയ റോഡിൽ കാൽനട പോലും സാധ്യമാകാത്ത നിലയിലാണ്. പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കുഴിയടയ്ക്കൽ നടത്തുമെന്നല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരവും ഇതേവരെ ഉണ്ടായിട്ടില്ല. പൈപ്പ് സ്ഥാപിക്കാനായി കുഴിയെടുത്ത കാനകളിൽ മണ്ണ് നിറയുകയും ചെയ്തതോടെ പലയിടങ്ങളിലും വലിയ തോതിലാണ് വെള്ളമുയർന്നത്. വലിയ കുഴികളിൽ വീണ ഇരുചക്ര വാഹന യാത്രികർക്ക് പരിക്ക് പറ്റുന്നതും ഭാരവാഹനങ്ങൾ താഴുന്നതും സ്ഥിരം സംഭവങ്ങളാണ്. മഴയ്ക്ക് മുൻപ് കുഴികൾ അടച്ച് കഴിയാവുന്ന പണികൾ തീർക്കാതിരുന്നത് ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെയും വീഴ്ചയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. കരാർ പ്രകാരമുള്ള ഒരു വ്യവസ്ഥകളും പാലിക്കാതെയാണ് പൈപ്പിടൽ നടത്തുന്നത് എന്ന ആരോപണവും ശക്തമാണ്. ഓട്ടോ ഓടിച്ചു കിട്ടുന്ന വരുമാനത്തേക്കാൾ ഇരട്ടി സംഖ്യ അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിവെക്കേണ്ട ഗതികേടിലാണ് തങ്ങളെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. ജലപദ്ധതി, കുടിവെള്ള പദ്ധതി, അമൃതം പദ്ധതി, കിഫ്ബി പദ്ധതി, ജലനിധി പദ്ധതി, പഞ്ചായത്തുകളുടെ പദ്ധതി, ഇതിനൊക്കെ തന്നെ പല തവണകൾ പൊളിച്ച് കഴിഞ്ഞ 6 വർഷമായി ദുരിതത്തിലാണ് ഈ റോഡ്. 6 കൊല്ലമായി തുടരുന്ന ദുരിതയാത്ര എന്ന് തീരുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ചാലക്കുടിക്കാരുടെ ചിരകാല സ്വപ്നമായ കലാഭവൻ മണി സ്മാരകം യാഥാർത്ഥ്യത്തിലേക്ക്. സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ. 6272 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 2 നിലകളിലായാണ് സ്മാരകം നിർമ്മിക്കുന്നത്. കലാഭവൻ മണിയുടെ പ്രതിമ, ഡിജിറ്റൽ ലൈബ്രറി, നാടൻ പാട്ടുകളുടെ ശേഖരണവും പ്രദർശനവും, മൾട്ടിപർപ്പസ് ഹാൾ, ഓഫീസ് കം റീഡിംഗ് റൂം തുടങ്ങിയ സൗകര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഒരുക്കുന്നത്. നാടൻ പാട്ടുകൾ സംരക്ഷിക്കുന്ന ഫോക്ലോർ അക്കാദമിയുടെ സബ് സെന്ററായി കലാഭവൻ മണി സ്മാരകം പ്രവർത്തിക്കും. ദേശീയ പാതയോരത്ത് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും വിട്ടു നൽകിയ 20 സെന്റ് സ്ഥലത്താണ് സ്മാരകം നിർമ്മിക്കുന്നത്. നിർമ്മാണോദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ BD ദേവസി, പ്രതിപക്ഷ ലീഡർ CS സുരേഷ്, ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സിനിമയിലും നാടൻ കലാ രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു അതുല്യ പ്രതിഭയായിരുന്നു കലാഭവൻ. ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് വളരെ ദാരിദ്ര്യത്തിൽ നിന്ന് പൊരുതി കയറിയ ഒരു കലാകാരനുണ്ട്. തന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി, അർപ്പണബോധത്തിന്റെ ഫലമായി ഒരു വലിയ കലാകാരനായി ഒരു കലാജീവിതം നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞ ഒരു കലാപ്രവർത്തനത്തിന്റെ അമ്പേത്തിൽ നിൽക്കുമ്പോഴും വന്ന വഴികൾ മറക്കാതെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെയുള്ള വലിയ ഒരു സന്മനസ്, ഒരു വലിയ താരമാകുമ്പോഴും താരകാലങ്ങളൊന്നുമില്ലാതെ ചാലക്കുടിയുടെ നഗരങ്ങളിലൂടെയും അല്ലെങ്കിൽ ചാലക്കുടിയുടെ പ്രാന്തപ്രദേശത്തുമൊക്കെ സാധാരണക്കാരനെ പോലെ ജീവിച്ച മഹാനായ ഒരു കലാകാരൻ. ആ കലാകാരന് ഗവൺമെന്റ് ഒരു സ്മാരകം നിർമ്മിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, കാലത്തിലാണ് നമ്മളെ വിട്ടുപിടിക്കുന്നത്. LDF കോടശ്ശേരി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചായ്പൻകുടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ധർണ സംഘടിപ്പിച്ചു. അതിരൂക്ഷമായ കാട്ടാനശല്യം ഉണ്ടായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കഴിയാത്തതിൽ പ്രതിഷേധിച്ചാണ് ചായ്പൻകുടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ധർണ സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം KS അശോകൻ നിർവഹിച്ചു. LDF കൺവീനർ സഹജൻ CK അധ്യക്ഷത വഹിച്ചു. CPIM LC അംഗം സേവിയർ വാഴപ്പിള്ളി സ്വാഗതം പറഞ്ഞു. ജെനീഷ് P ജോസ്, EA ജയതിലകൻ, ഡെന്നിസ് K ആന്റണി, TR ബാബു, ടോമി കാളപ്പടാൻ, TP ജോണി, K അജിതൻ, KB ഷബീർ, PS സന്തോഷ്, VJ വില്യംസ്, വാർഡ് മെമ്പർമാർ സജിത ഷാജി, PC നിഖിൽ, ദീപ പോളി, ശകുന്തള വത്സൻ, ശ്യാമ സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും.
ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ്, തൃശൂർ. സ്വർണ്ണവില 60 രൂപ കുറഞ്ഞു. ഗ്രാമിന് 8,935 രൂപ, പവന് 71,480 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSRTC ബസിന് മുന്നിൽ തടസ്സമുണ്ടാക്കി ബൈക്ക് ഓടിച്ച് അഭ്യാസ പ്രകടനം നടത്തിയ ബൈക്ക് യാത്രക്കാരന് പിഴ. തൃശൂർ ചേരുംകുഴിയിൽ കുളത്തിൽ വീണ് 10 വയസ്സുകാരൻ മരിച്ചു. കൊടുങ്ങല്ലൂരിലെ ചന്തപ്പുരയിൽ അടച്ചിട്ട കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ ഇരുമ്പ് ഷീറ്റുകൾ പറന്നു വീഴുന്നത് നാട്ടുകാർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുകയാണ്. കനത്ത കാറ്റിലും മഴയിലും ചേർപ്പ് വല്ലച്ചിറ മേഖലകളിൽ കനത്ത നാശം. പെരുമ്പിളിശ്ശേരി വാട്ടർ ടാങ്ക് വഴിയിൽ വലിയ മരം കടപുഴകി വീണു. മഴ കനത്തതോടെ പെരിങ്ങോട്ടുകര കാഞ്ഞാണി റോഡിൽ യാത്രാ ദുരിതം അതിരൂക്ഷമായി. ചാലക്കുടിക്കാരുടെ ചിരകാല സ്വപ്നമായ കലാഭവൻ മണി സ്മാരകം യാഥാർത്ഥ്യത്തിലേക്ക്. സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. LDF കോടശ്ശേരി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചായപ്പൻകുടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ധർണ സംഘടിപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.